നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപ്പുതറയിൽ യുവതിയെ ശുചിമുറിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ വളകോട് നെടുങ്ങഴിയിൽ ജോർജ് ജോസഫിന്റെ ഭാര്യ വസീനയെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം വൈകുന്ന സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെയും നിർമ്മാണ കമ്പനിക്കെതിരെയും വിമർശനവുമായി അഡ്വക്കേറ്റ് എ രാജ MLA. കഞ്ഞിക്കുഴിയിൽ നെല്ലിന് അജ്ഞാത രോഗം. 40 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെയും റോഡിന്റെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് നിർത്തി സമരം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പുതറയിൽ യുവതിയെ ശുചിമുറിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ വളകോട് പാലക്കാവ് കടുവക്കാനം നെടുങ്ങഴിയിൽ ലാലി എന്ന ജോർജ് ജോസഫിന്റെ ഭാര്യ വസീനയെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവാണ് യുവതിയെ കത്തിക്കരിഞ്ഞ നിലയിൽ ആദ്യം കണ്ടത്. ഇന്ന് 12:30 യുവതിയെ ശുചിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ലോഡിംഗ് തൊഴിലാളിയായ ഭർത്താവ് ജോർജ് രാവിലെ വളക്കോടിന് പോയ ശേഷമാണ് സംഭവം നടന്നത്. 12 മണിയോടെ ഭർത്താവ് തിരികെ എത്തിയപ്പോൾ ഭാര്യ വസീനയെ വീട്ടിൽ കണ്ടില്ല. വിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. ശുചിമുറിയിലെ ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവിടെ എത്തി നോക്കിയപ്പോഴാണ് വസീന ഭിത്തിയെ ചാരി നിലത്തിരിക്കുന്ന രീതിയിൽ കത്തിക്കരിഞ്ഞിരിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ സമീപവാസികളെ വിവരമറിയിച്ചു. നാട്ടുകാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫിനെ വിവരമറിയിച്ചു. ജോർജ് ജോസഫ് പോലീസിലും വിവരമറിയിച്ചു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആദ്യ ഭാര്യയും മക്കളും ലാലിയെ ഉപേക്ഷിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ലാലി വസീനയെ 4 വർഷം മുൻപ് രജിസ്റ്റർ വിവാഹം കഴിക്കുന്നത്. വസീനയുടെയും 2ാം വിവാഹമാണ്. വസീനയ്ക്ക് മാനസിക രോഗമുണ്ടായിരുന്നു. വർഷങ്ങളായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു. വസീന കായംകുളം സ്വദേശിയാണ്. ഇരുവർക്കും മക്കളില്ല. ഉപ്പുതറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ലാലിക്ക് കൃഷിപ്പണിയും ലോഡിങ്ങുമാണ് ജോലി. ഏലത്തിന് മരുന്നടിക്കുന്ന പെട്രോൾ മോട്ടറിന് ഒഴിക്കാൻ വാങ്ങിവെച്ച പെട്രോൾ ഒഴിച്ചാകാം കത്തിച്ചതെന്നാണ് നിഗമനം. ആത്മഹത്യയാവാമെന്നാണ് പോലീസ് പറയുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം വൈകുന്ന സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെയും നിർമ്മാണ കമ്പനിക്കെതിരെയും വിമർശനവുമായി അഡ്വക്കേറ്റ് എ രാജ MLA. ദുരന്തബാധിതരായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് എ രാജ MLA അടിമാലിയിൽ പറഞ്ഞു. വാടക വീടുകളിലേക്ക് മാറുന്നവർക്കുള്ള വീട്ടുവാടകയും ഉണ്ടായ നഷ്ടങ്ങൾക്ക് ആനുപാതികമായ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുമെന്നായിരുന്നു ഇവർ ദുരന്ത സമയത്ത് അറിയിച്ചതെന്നും ഇതിൽ നിന്നും പിന്നോക്കം പോയാൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുമ്പോട്ട് പോകേണ്ടി വരുമെന്നും MLA വ്യക്തമാക്കി. ഇപ്പോൾ വാടക കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാടക കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതുപോലെ ഇവിടുത്തെ മാറ്റി താമസിപ്പിച്ചിട്ട ആളുകൾക്ക് അവർക്ക് വീട് പണിയുന്നതിനും പുനരധിവാസം ഏർപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ്, ഇൻഷുറൻസ് തുക കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആണെങ്കിൽ ഈ മണ്ണിടിച്ചൽ മൂലം മാത്രമാണ്. നമുക്കറിയാം, ആ സ്ഥലത്ത് അന്ന് ഈ സംഭവം ഉണ്ടായ ദിവസം മഴ പെയ്തിട്ടില്ല. റോഡ് പണി മാത്രമാണ് നടക്കുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് കാരണമാണ് അവിടെ മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഡിസൈനിങ് ചെയ്തത്, ഈ വർക്കിന്റെ ഡിസൈനിങ് ചെയ്തതും ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നാഷണൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ ഇതിന് MP ക്ക് ഉത്തരവാദിത്തമല്ലേ? അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വർക്കിലെ ഒരു ഡിസൈനിങ് മാറ്റാൻ പോലും കേരള ഗവൺമെന്റിന് പറ്റത്തില്ല. സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആണെങ്കിൽ ഈ ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് ചെയ്യും. പക്ഷെ ഇത് മനുഷ്യനിർമ്മിതിയാണ്, അവരാണ് മണ്ണിടിച്ചൽ ഉണ്ടാക്കിയത് മൂലം ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവർ ഞങ്ങൾ തരത്തില്ല എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അവർ കൊടുത്തേ പറ്റൂ. കൊടുക്കുന്നത് വരെ ഇവിടെ ഇന്നത്തെ ദിവസം സമരം അടക്കം ആളുകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ യാർഡടക്കം ഉപരോധിച്ചുകൊണ്ട് ഇത് നടത്തിയിട്ടുണ്ട്. ഇത് തുടർ സമരങ്ങളായിട്ട് പോകുമ്പോൾ അവർ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
തുടർ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം കാർഷികം. കഞ്ഞിക്കുഴിയിൽ നെല്ലിന് അജ്ഞാത രോഗം. 40 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. ഇടുക്കിയുടെ നെല്ലറയായി അറിയപ്പെടുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി പാടശേഖരത്താണ് നിരവധി കർഷകരുടെ കൃഷി നശിച്ചത്. കൃഷി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും രോഗം കണ്ടെത്താനായില്ല. സർ, CPയുടെ കാലത്ത് ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി സർക്കാർ നേരിട്ട് കർഷകരെ കുടിയിരുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി. പൂർണ്ണമായും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മക്കുവള്ളി ഗ്രാമത്തിൽ പ്രധാന കൃഷി നെൽകൃഷിയാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് കൃഷിച്ചെലവ് കൂടുതലാണെങ്കിലും പരമ്പരാഗത കൃഷിയെന്ന രീതിയിൽ കർഷകർ ഓരോ വർഷവും മക്കുവള്ളിയിൽ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കതിരാവേണ്ട നെല്ലിന് അജ്ഞാത രോഗം ബാധിച്ച് കൃഷി പൂർണ്ണമായി നശിച്ചു. ഈ നെല്ല് ഇത് അടിക്കണയാകാന്നാണ് പറയുന്നത്. അടിക്കണയാകുകയും അത് ഒരു 80 ദിവസത്തോടുകൂടി കതിര് പൊട്ടി ചാടുകയും ചെയ്യും. കതിര് പൊട്ടി ചാടി കഴിയുമ്പോഴും നമ്മൾക്ക് ഒരു പ്രതീക്ഷയുള്ളത് ഇത് വളയുമെന്നുള്ളതാണ്. പക്ഷേ ഇതവിടുത്തെ കാലാവസ്ഥയുടെ ആണോ ഈ അസുഖത്തിൻ്റെ ആണോ എന്നറിയുന്നില്ല. ഈ സാധനം ഇങ്ങനെ വടി പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സംശയം തോന്നി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ നെല്ല് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മഴ കൂടുതലായിരിക്കും, കാലാവസ്ഥയുടെ ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ 40 ഹെക്ടർ നിലമാണ് മക്കുവള്ളിയിലുള്ളത്. ഒരു കാലത്തും ഉണ്ടാകാത്തൊരു അനുഭവമാണ് നിലവിൽ ഇപ്പോഴും നെല്ലിന് കാണുന്നത്. മുഴുവൻ കുപ്പിച്ചു പോയി. കൃഷിക്കാരൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ 1 ഏക്കർ നിലം കിളച്ച് ഒരുക്കി കൃഷി ഇറക്കുമ്പോഴേക്കും ഏതാണ്ട് 45,000 രൂപ മുകളിൽ ചിലവ് വരും. ഈ 45,000 രൂപ മുടക്കി കൃഷി ചെയ്യുമ്പം ഞങ്ങൾക്ക് 1800 കിലോ നല്ല നെല്ലാണെങ്കിൽ കിട്ടും. ഈ വർഷം 1800 കിലോ, കഴിഞ്ഞ വർഷം 1800 കിലോ നെല്ല് കിട്ടുന്ന സ്ഥാനത്ത് ഈ വർഷം 180 കിലോ നെല്ല് പോലും കിട്ടാത്തൊരവസ്ഥയാണ്. 40 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് ഒന്നായി നശിച്ചത്. കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിഭവനിൽ നിന്നുള്ള അധികൃതരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും രോഗമെന്തെന്ന് കണ്ടെത്താനായില്ല. ഓരോ വർഷവും 1 ഹെക്ടറിൽ നിന്ന് ശരാശരി 1500 കിലോ മുതൽ 2500 കിലോ വരെ നെല്ല് മക്കുവള്ളി പാടശേഖരത്തിൽ ലഭിച്ചിരുന്നു. ഇത്തവണ 150 കിലോ പോലും നെല്ല് ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. കതിരാവേണ്ട നെല്ല് മുഴുവനും പതിരായി മാറിയതോടെ 1 വർഷത്തെ അധ്വാനം പാഴായി എന്നും കൃഷിച്ചെലവിനായി മാത്രം ലക്ഷത്തിലധികം രൂപ നഷ്ടമായെന്നും കർഷകർ പറഞ്ഞു. സർക്കാരിന്റെ പ്രത്യേക പരിഗണനയും ധനസഹായവും ലഭിച്ചാൽ മാത്രമേ മക്കുവള്ളിയിലെ കർഷകർക്ക് നിലനിൽക്കാനാവൂ. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ ഇന്ന് പഠിപ്പ് നിർത്തി സമരം ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിന്റെയും റോഡിന്റെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ ഇന്ന് പഠിപ്പ് മുടക്കി. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയത്. ആദ്യവർഷം ഉന്നയിച്ച ആവശ്യങ്ങൾ പോലും പഠനം പൂർത്തിയാക്കേണ്ട അവസാന വർഷത്തിലും അധികൃതർ സാധ്യമാക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ ബാച്ച് ഇപ്പോൾ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഊറ്റി എന്ന് പറഞ്ഞ സംവിധാനം. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഫൈനൽ ഇയറിൻ്റെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. മറ്റു മെഡിക്കൽ കോളേജിലെ കുട്ടികൾ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പഠനം പൂർത്തിയാക്കുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവസാന വർഷം ആവശ്യമായ പ്രധാനപ്പെട്ട പല ലാബുകളും ഓപ്പറേഷൻ തിയേറ്ററുകൾ പോലും ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. കാലം മുതൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ അത് 3 വർഷത്തിലേറെയായിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ കാണുകയും കത്തുകൾ കൊടുക്കുകയും ചെയ്തതാണ്. ഇതുവരെ അതിനകത്ത് പരിഹാരമൊന്നും കണ്ടില്ല എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു മറ്റൊരു സമരത്തിലേക്ക് കൂടി കടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു കോളേജിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇന്റേണൽ റോഡ്സ്, ഒരു OT കോംപ്ലക്സ്, ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ അന്ന് മുതൽ ആദ്യകാലങ്ങളിൽ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് സമരം ചെയ്തു. ഇപ്പോൾ ലെക്ചർ ഹാളിന് വേണ്ടിയിട്ടും റോഡ്സിന് വേണ്ടിയിട്ടും OT കോംപ്ലക്സിന് വേണ്ടിയിട്ടും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളോടൊപ്പം നീറ്റ് എഴുതി കയറിയ കുട്ടികൾ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോഴും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാത്തതുമൂലം ദുരിതമനുഭവിക്കുന്നതായും പല കുട്ടികൾക്കും വീണ് പരിക്കേറ്റതായും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. അതേസമയം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞുവെങ്കിലും വിശ്വാസയോഗ്യമല്ലെന്നും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ ഇടുക്കി. പലപ്പോഴും മനുഷ്യന്റെ ക്രൂരതകളെ മൃഗീയമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ സഹജീവി സ്നേഹം എന്തെന്നത് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് പഠിക്കണം. അത്തരമൊരു മനോഹര കാഴ്ചയിലേക്കാണ് ഇനി. തെരുവിലെവിടെയോ ജനിച്ച നായക്കുട്ടി, കാട്ടിൽ വളർന്ന കുരങ്ങൻ. ഇരുവരും കണ്ടുമുട്ടിയപ്പോൾ വാലാട്ടി ഓടിയെത്തിയ നായക്കുട്ടിയെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു കാടിന്റെ മകൻ. പിന്നെ കൊഞ്ചിക്കുഴഞ്ഞാടുന്ന നായക്കുട്ടിക്കൊപ്പം കളി. പണത്തിനും മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി മനുഷ്യൻ മനുഷ്യനെ കൊന്നുതള്ളുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് ഈ നായ്ക്കുട്ടിയും കുരങ്ങും പകർന്നു നൽകുന്നത്. സിറ്റി വിഷൻ പൂപ്പാറ. ഇനി കാണാം ബ്യൂട്ടി സ്പോട്ട്. മൂന്നാർ സുന്ദരമെങ്കിൽ മൂന്നാറിൻ്റെ പ്രഭാതം അതിസുന്ദരമാണ്. കുന്നിൻ ചെരുവുകളെ തലോടുന്ന കോടമഞ്ഞും പച്ചവിരിച്ച തേയിലക്കാടുകളും മൂന്നാറിൻ്റെ കുളിരും പ്രഭാതങ്ങളെ മനോഹരമാക്കുന്നു. കിഴക്ക് വെളിച്ചം വീശുന്ന പ്രഭാത സൂര്യൻ്റെ ഭംഗി കൂടിയാകുമ്പോൾ മൂന്നാറിൻ്റെ അഴക് പിന്നെയും വർദ്ധിക്കും. മൂന്നാർ ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്ന സമയങ്ങളിലൊന്നാണ് പ്രഭാതം. മൂന്നാർ സുന്ദരമെങ്കിൽ മൂന്നാറിന്റെ പ്രഭാതം അതിസുന്ദരമാണ്. മൂന്നാറിൽ അതിശൈത്യത്തിന്റെ സമയത്ത് തണുത്തുറഞ്ഞ മഞ്ഞിൻ കണങ്ങൾ കാണണമെങ്കിൽ അതിരാവിലെ ഉണരണം. കുന്നിൻ ചെരുവുകളെ തലോടുന്ന കോടമഞ്ഞും പച്ച വിരിച്ച തേയിലക്കാടുകളും മൂന്നാറിന്റെ കുളിരും പ്രഭാതങ്ങളെ മനോഹരമാക്കുന്നു. കിഴക്ക് വെളിച്ചം വീശുന്ന പ്രഭാത സൂര്യന്റെ ഭംഗി കൂടിയാകുമ്പോൾ മൂന്നാറിന്റെ അഴക് പിന്നെയും വർദ്ധിക്കും. പ്രഭാത സൂര്യന്റെ വെളിച്ചം തേയിലച്ചെടികൾക്ക് വർണ്ണത്തിളക്കം നൽകും. വെയിൽ പരക്കുന്നതോടെ തണുപ്പിന്റെ കാഠിന്യം കുറഞ്ഞുവരും. കോടമഞ്ഞ് നീങ്ങി ദൂരെ കാഴ്ചകൾ തെളിയുന്നതോടെ മൂന്നാറിന്റെ ഭംഗി കൂടുതൽ ദൃശ്യമാകും. ഡിസംബർ അവസാന വാരവും ജനുവരി ആദ്യവാരവും മൂന്നാറിൽ അനുഭവപ്പെട്ട അതിശൈത്യം കുറഞ്ഞുവെങ്കിലും കുളിരുള്ള മൂന്നാറിന്റെ കാഴ്ചകൾ തേടി സഞ്ചാരികൾ ഇപ്പോഴും മല കയറി മൂന്നാറിലേക്കെത്തുന്നുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി
സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 70-ാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് PJCBയുടെ യാത്രയയപ്പും നടന്നു. വാർഷിക സമ്മേളനം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിന്റെ വിദ്യാഭ്യാസ വളർച്ച എന്ന ലക്ഷ്യത്തോടെ രാജാക്കാടിൽ പ്രവർത്തനമാരംഭിച്ച സ്കൂളിന്റെ 70-ാമത് സ്കൂൾ വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് PJCBയുടെ യാത്രയയപ്പും നടന്നത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷിക സമ്മേളനം ഉടുമ്പൻചോല MM മണി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. രാജാക്കാട്ടിൽ നിന്നുള്ളൊരു മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ പഠിക്കുന്നതെന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ 70-ാം വാർഷികമാണ്. ഈ സ്കൂളിൽ പഠിച്ച് ഉന്നത തലങ്ങളിലെത്തിയ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കാണുമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇനിയും ദീർഘദൂരം വലിയ മഹത്തായ സേവനമാണ് രാജാക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പ്രദേശത്തെ നിവാസികൾക്ക് നൽകാൻ പോകുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. PTA പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ G ശങ്കർകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഹെഡ്മിസ്ട്രസ് നബീസത്ത് BV റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പാൾ U പ്രിയ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ES രത്ന നന്ദിയും അർപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ വിപിൻ C അഗസ്ത്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി, SMC ചെയർമാൻ റോയ് പാലക്കാട്ട്, MPTA പ്രസിഡന്റ് ഷിജി ജെയിംസ്, അജിമോൻ കാട്ടുമന, NR സുഭാഷ്, VK ആട്ലി, തസ്നി റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. മിസോൻ ജോബി, മാളവിക ജോബി, വാണി S നായർ. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. സിറ്റി വിഷൻ രാജാക്കാട്. സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. ഒരു വട്ടം കൂടി എന്ന പേരിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വാർഷിക ആഘോഷവും നടന്നു. 25 വർഷത്തെ അഭിമാനകരമായ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സേവനത്തിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ജൂബിലി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾക്കാണ് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്ത് എടുത്തുപറയാവുന്ന മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുണ്ട്. അതിൽ ഗവൺമെന്റിന്റെ സംഭാവനയുണ്ട്, വിവിധ മാനേജ്മെന്റുകളുടെ സംഭാവനയുണ്ട്, വിവിധ പ്രസ്ഥാനങ്ങളുടെ സംഭാവന മഹത്തരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കാലത്തിനൊപ്പം ലോകത്ത് വരുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ലോകത്ത് മാറ്റം വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യവും മാറണം. നമ്മുടെ രാജ്യത്തിൽ വിദ്യാഭ്യാസത്തിന് കാലോചിതമായ സ്വാഭാവികമായി വേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഞാനെല്ലാം
പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ സൗകര്യവും ഇന്നത്തെ സമ്പ്രദായവും ഇവിടെ ഇരിക്കുന്ന പലരും പഠിക്കുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇത്രയും വലിയ സാധ്യതകളും സാഹചര്യവും. സിനിമാ താരം ബിജുക്കുട്ടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ തിലോത്തമ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ, ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലേഗ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് പോൾ പുൽപ്പറമ്പിൽ, പ്രിൻസിപ്പാൾ ബിനു പോൾ, പ്രിൻസിപ്പാൾ ഇൻചാർജ് ധന്യ എസ് നായർ, പ്രോഗ്രാം കൺവീനർ കെ മനോജ്, PTA പ്രസിഡന്റ് AP സിജോ, MS സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അധ്യാപകരെ ആദരിക്കലും നടന്നു. സിറ്റി വിഷൻ, സേനാപതി. 2.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൈകൾ കോർത്തുപിടിച്ച് വീണ്ടും വിദ്യാലയത്തിലേക്ക്. പഴയ സഹപാഠികളെ കണ്ടും കെട്ടിപ്പിടിച്ചും കിന്നാരം പറഞ്ഞും ഒരു വട്ടം കൂടി പഴയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. പഴയ ചങ്കുകളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി രജത ജൂബിലി സംഗമം മറക്കാനാവാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. 2.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ രജത ജൂബിലിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു വട്ടം കൂടി സംഘടിപ്പിച്ചു. സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHS വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് രജത ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. VHS വിഭാഗം ആരംഭിച്ച 2000 മുതൽ 2025 വരെയുള്ള വിദ്യാർത്ഥികളുടെ സംഗമത്തിനാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. വർഷങ്ങൾക്കു ശേഷം ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും ഫോട്ടോയുമെടുത്താണ് കൂട്ടുകാർ പിരിഞ്ഞത്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേറിട്ട അനുഭവമായി മാറി. സിറ്റി വിഷൻ, സേനാപതി. 72ാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ റെയിൽവേയുടെ ഹൈറേഞ്ച് താരം ഇടുക്കിയുടെ വളകോടിന്റെ അഭിമാനമായി മാറിയ എമിൽ ടോളി ജോസഫിന് വളകോട് പൗരാവലി സ്വീകരണം നൽകി. ഉപ്പതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. നാളകളിലും ഇതുപോലെയുള്ള താരങ്ങൾ ഉയർന്നുവരണമെന്നും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നുവന്ന എമിൽ നാടിന്റെ അഭിമാനമാണെന്നും ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമുക്ക് ഇതുപോലെയുള്ള ഇനിയും ഒട്ടനവധി പ്രതിഭകൾ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. അതെല്ലാം കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ അഭിമാന നേട്ടമായി നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിന് ഇതുപോലെയുള്ള ക്ലബ്ബുകളും സംഘടനകളും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്. ജോമോൻ മണ്ണാരാത്ത് അധ്യക്ഷത വഹിച്ചു. ഹണിമോൾ രാജു, അനീഷ് വാഴയിൽ, ഫാദർ ജോഷി വാണിയപുരക്കൽ, MU സതീശൻ, ലിജോ മോൻ, പാസ്റ്റർ ഫിലിപ്പ് ബാബുക്കുട്ടൻ, സുബീഷ് എന്നിവർ പ്രസംഗിച്ചു. എമിൽ ടോമി ജോസഫ് മറുപടി പ്രസംഗം നടത്തി. സജിമോൻ ആന്റണി നന്ദി പറഞ്ഞു. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,54,040 രൂപ, വെള്ളി ഗ്രാമിന് 310 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഉപ്പുതറയിൽ യുവതിയെ ശുചിമുറിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ വളകോട് നെടുങ്ങഴിയിൽ ജോർജ് ജോസഫിന്റെ ഭാര്യ വസീനയെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം വൈകുന്ന സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെയും നിർമ്മാണ കമ്പനിക്കെതിരെയും വിമർശനവുമായി അഡ്വക്കേറ്റ് എ രാജ MLA. കഞ്ഞിക്കുഴിയിൽ നെല്ലിന് അജ്ഞാത രോഗം. 40 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെയും റോഡിന്റെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് നിർത്തി സമരം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.